Hi guys, welcome back to my channel. Here we go. ഇന്നും ഞാനൊരു സ്പെഷ്യൽ എഫക്ട് മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു 7 days ഓഫ് വുഡ് മേക്കപ്പ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഫക്ട് മേക്കപ്പ്. അപ്പം പോകെ ഇത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് 7 വീഡിയോസ് അല്ല, അതിൻ്റെ ഇടയിൽ ബ്രേക്ക് അതിൻ്റെ ഇടയിൽ വേറെ പിന്നെ ടിപ്സും റെമഡീസും ആൻഡ് വേറെ മേക്കപ്പ് വീഡിയോസും പല രീതിയിലുള്ള ഇൻസ്പയർഡ് വീഡിയോസ് അങ്ങനെ കുറേ ഉണ്ടല്ലോ, ആ ടൈപ്പ് വീഡിയോസും ഉണ്ടാകും. So hope you guys will like this video. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സെലോ ടാപ്പിൻ എടുത്തിട്ട് നമ്മളെ കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യണം. കാരണം അധികം അനങ്ങിയിട്ട് നമ്മളെ മേക്കപ്പിന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു സെലോ ടാപ്പ് എടുത്തൊന്ന് സീൽ ചെയ്ത് വെക്കുക. സീൽ ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് മുറിവ് നമ്മളെ വൂണ്ടിന് കുറച്ച് ഡെപ്ത് കാണണം. അപ്പോൾ ഞാനൊരു ലാഷ് ഗ്ലൂവും കുറച്ച് ഫെവിക്കോളും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ടോയ്ലറ്റ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് അവിടുത്തെ ഡാമേജ്ഡ് സ്കിന്നിന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനൊരു 3-4 ലെയർ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ലാസ്റ്റത്തെ ലെയർ ഒന്ന് ചുളിച്ചിട്ടും കൊടുത്തിട്ടാണ് ഈ ഒരു രീതിയിലോട്ട് ഇതിനെ മാറ്റുന്നത്. അപ്പോൾ ഇത് 3-ാമത്തെയോ 4-ാമത്തെയോ ലെയർ ടിഷ്യൂ പേപ്പറാണ്. ആൻഡ് ഓൾസോ നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെയും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ മാത്രമേ കുറച്ചും കൂടെ വൃത്തിക്ക് സ്റ്റിക്കാവുള്ളൂ. ഒന്നാമത് നമ്മുടെ കണ്ണ് എന്ന് പറയുമ്പം മറ്റേ കണ്ണ് അനങ്ങുമ്പോൾ 2 കണ്ണ് ഇപ്പുറത്തെ നമ്മൾ ഈ സീൽ ചെയ്ത കണ്ണും അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ഇളകി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം ഒന്ന് നന്നായിട്ട് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ മേലത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടെ ഡെപ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്കാർ വാക്സ് എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കിയത് എന്നൊന്നും എല്ലാവരും മനസ്സിലാക്കാം. ആൻഡ് ഇതിപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ സ്കിന്നിലോട്ടൊന്ന് മെർജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത പരിപാടി പറയുന്നത് ഇതൊന്ന് ഫ്ലോലെസ് ആക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൈ കൊണ്ട് എടുത്തിട്ട് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് അതൊന്ന് മെർജ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളുടെ വൂണ്ടിൻ്റെ ബേസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഈ വാക്സിനെ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി പറഞ്ഞാൽ നമുക്കിതൊന്ന് സ്കിന്നിൻ്റെ കളറായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഞാനൊരു ലൈറ്റ് കളർ ഫൗണ്ടേഷനാണ് ആദ്യം അപ്ലൈ ചെയ്യണത്. ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ എടുത്തിട്ട് ആ ഭാഗങ്ങളിലൊക്കെ സ്കിന്നും ഈ വാക്സിൻ്റെ മേലൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തതൊരു കൺസീലർ പാലറ്റിൽ നിന്ന് ഒരു 2 ബ്രൗൺ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് എൻ്റെ സ്കിൻ കളറായിട്ട് ഈ ഭാഗങ്ങളൊന്ന് മാച്ച് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തു വന്നപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡ് വേറെ കളറും റൈറ്റ് സൈഡ് വേറെ ടോണിലും ഞാൻ ഒരു സ്കിൻ ടോണിൽ വ്യത്യാസം കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഈ വൂണ്ടിൻ്റെ ഓപ്പോസിറ്റ് കണ്ണിൻ്റെ ഭാഗങ്ങളിലും താഴത്തും അണ്ടർ ഐസിലൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ആ ഷെയ്ഡ് ഏതാണോ അപ്പുറത്ത് അപ്ലൈ ചെയ്ത് അതേ ബ്രൗൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തെല്ലാം ഒന്ന് ടച്ചപ്പ് ചെയ്യണേ. ഞാനൊരു ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട്, ആക്ച്വലി കളർ കറക്റ്റർ നമ്മൾ ഫൗണ്ടേഷന് മുന്നേ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ബട്ട് എനിക്കിവിടെ ഇറിറ്റേഷനിലും കുറച്ച് ഓറഞ്ച് ടോണിൻ്റെ ആവശ്യമുള്ളത് കാരണം ഞാനത് ഈ ഒരു കൺസീലറിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങൾ ഈ ഒരു വാക്സും നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്ന ഭാഗത്തില്ലേ, സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക.
അത്രേ ഉള്ളൂ. നന്നായിട്ട് വേണ്ട, കാരണം നമുക്ക് ഇറിറ്റേഷൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ ഈ ഒരു ഓറഞ്ച് കളർ. അപ്പം രണ്ടും കൂടെ ഒന്നിലാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഭാഗങ്ങളിലും പിന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഇറിറ്റേഷനാണ് ഇത്. നമ്മളുടെ ഒരു ബ്രൗൺ കളർ ഐ ഷെയ്ഡോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ ഐ ഷെയ്ഡോ എടുത്തിട്ട് നമ്മൾ ഇന്നർ കോർണേഴ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇറിറ്റേഷൻ്റെ തേർഡ് സ്റ്റെപ്പായിട്ടുള്ള നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടെ നമ്മളെ ബ്ലഡ് ആ ഭാഗങ്ങളിലൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാമേജ് ആയി കുറച്ച് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, ബ്ലഡ് ഒന്നിങ്ങനെ ക്ലോട്ട് ആയിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി ഒരു അലുമിനിയം ഫോയിൽ ക്രംബിൾ ചെയ്തിട്ട് ആ സ്പഞ്ച് വെച്ചിട്ട് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അത് വെച്ചിട്ട് അത്ര തൃപ്തിയായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക, കുറച്ചും കൂടെ ബ്ലഡിൻ്റെ ആ പരിസരങ്ങളിൽ ഒന്ന് എത്തിക്കാൻ നോക്കുകയാണേ. അപ്പോൾ വൂണ്ട് കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ട് കാണാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് നമ്മളുടെ ആ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ ഉള്ളിൽ ഐബോളിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഐബോളിൽ ഞാൻ തെർമാക്കോബോൾ കട്ട് ചെയ്ത് അതിൻ്റെ ഐറിസൊക്കെ വരച്ച് ഈ രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ലാഷ് ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വൂണ്ടിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ബ്ലഡൊക്കെ അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ട സമയത്ത് എൻ്റെ ഐബ്രോസ് ഭയങ്കരമായിട്ട് ലൈറ്റായിപ്പോയി. അപ്പോൾ ഞാനൊരു മസ്കാര വെച്ചാൽ ഫില്ല് ചെയ്യണം, ബിക്കോസ് മസ്കാര വെച്ചാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഓൾസോ നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ബോക്സിൽ എഴുതുക. സോ വീണ്ടും ഇതിൻ്റെ സീരീസുമായിട്ടും കൂടാതെ വേറെ പുതിയ ഐഡിയാസും ടിപ്സുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ.